പുരാതന ക്ഷേത്രങ്ങളിൽ മുൻനിരയിലുള്ള ഒരു ക്ഷേത്രമാണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്തിലുള്ള ശ്രീ മാനികാവ് ശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ഐതിഹ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മാനികാവ് ശിവക്ഷേത്രം. ചുറ്റോടു ചുറ്റും മലനിരകളും അതേപോലെ ഒരു താഴ്വരയുമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഒത്തിരി ഐതിഹ്യങ്ങളും അതേപോലെ ഒത്തിരി കാര്യങ്ങളും നിഗൂഢതയും നിറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ക്ഷേത്രമെല്ലാം ഒന്ന് പുതുക്കി പണിത് നമ്മൾക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രമായി മാറിക്കഴിഞ്ഞു. ഈ ക്ഷേത്രത്തിൽ വരുന്നവർ ഫസ്റ്റ് കാൽപാദം കഴുകിയിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു കുളവും ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ദൈവങ്ങളുടെ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മാനികാവ് ശിവക്ഷേത്രം. ഇതിൽ നമ്മൾക്ക് ഒത്തിരി മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെയുള്ളത് കുറേ ആമ്പലും താമരയും നിറഞ്ഞൊരു കുളമായിരുന്നു. ഇത്ര വലിയ ക്ഷേത്രമൊന്നുമല്ല, ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നു. ഇന്ന് ഞാനിത് കാണുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമായി മാറിക്കഴിഞ്ഞു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ അവിടെ പോയിട്ടുള്ളത്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ച് വളർന്ന പരിസരത്തുള്ള ഒരു ക്ഷേത്രമാണ്. നമ്മൾ കുട്ടിക്കാലത്ത് എന്തൊരു ഇത് വാങ്ങിക്കുകയാണെങ്കിലും ഫസ്റ്റ് കൊണ്ടുപോയി കാണിക്കുന്നത് ഭഗവാനായിരുന്നു. പുതിയൊരു പട്ടുപാവാട അല്ലെങ്കിൽ ചെരുപ്പ് എന്താണെങ്കിലും നമ്മൾ കുട്ടികൾ എന്ന് പറയുമ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അമ്പലത്തിൽ പോകാനായിരിക്കും. പക്ഷേ ഇന്നത്തെ തലമുറകൾക്ക് ആർക്കും അമ്പലത്തിൽ പോകാൻ ഇഷ്ടമേ ഇല്ല. പക്ഷേ പണ്ട് കാലത്ത് നമ്മൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും പെട്ടെന്ന് അമ്പലത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അത് സാധിക്കും എന്നാണ്. അതെ, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നാണ് കേട്ടോ സാധിച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ പൂജാരിയാണ് നമ്മളുടെ ഗണപതി ഹോമം നടത്തിയത്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഈ പച്ചപ്പും അതിൻ്റെ കൂടെ തന്നെ ഇത്രയും വലിയൊരു ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള